Watch India's largest kids library only on Jio Hotstar. Download the app now. എല്ലാവരും ഒന്ന് വേഗം വരൂ. സൂരജ് ഗഡിന്റെ രാജാവ് സ്ഥലം നോക്കാനായിട്ട് വന്നിരിക്കുന്നു. ആ അതെ 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 വേഗം വരൂ. നമുക്ക് എല്ലാവർക്കും ആ നേരിട്ടുള്ള രാജാവിനെ പോയി കാണാം. മഹാരാജാവേ, ഇതൊന്ന് നോക്കൂ. ഇവിടെ നിന്ന് ഈ പർവ്വതത്തിന്റെ അറ്റം വരെ എല്ലാം അങ്ങയുടെ സ്ഥലമാണ് കേട്ടോ. ഗുഡ്, വെരി ഗുഡ്. ഞാനിപ്പോ ആലോചിക്കുകയാണ് എന്റെ ഈ സ്ഥലത്ത് വലിയൊരു ഫാം ഹൗസ് പണിയാൻ പറ്റുമോ എന്ന്. എങ്ങനെയുണ്ട്? എന്റെ അമ്മ ഓടിക്കോ. രാജാവിനെ രക്ഷിക്കൂ. ശിവ 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 ഹെൽപ്പ് ശിവ. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ വരാം. ശിവ ഞാനും വരുന്നുണ്ട്, നീ പേടിക്കണ്ട, നിക്ക്. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. നീയോ ഇത് എന്ത് വേഷം കെട്ടായി കാണിക്കുന്നത്? വെൽക്കം രാജാവേ. ഇവിടെ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? നമ്മുടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയ കാഞ്ഞരക്കുരു പോലത്തുള്ള ഒരു കുട്ടി എങ്ങനെയാണ് സൈക്കിൾ ഓടിക്കുന്നത് കാണുക. സ്പീഡ് കൂട്ടടേ. ഈ കൊച്ചിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തേ. Do something, you മണ്ടൻ പിള്ളാരെ. ഓക്കേ ബോസ്, ഓക്കേ ഓക്കേ. ഓഫോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അത് ശരിക്കുള്ളതല്ല. ഫാൽക്കൺ ഒരിക്കലും ഇത്രയും വലുതായിട്ടുണ്ടാവില്ല. പക്ഷേ അതിനെ കാണാൻ ശരിക്കുള്ളത് പോലെ തന്നെയുണ്ട്. അല്ലല്ലോ സിക്സാറെ, നിങ്ങള് കമാൻഡോ കോഴ്സ് ചെയ്തെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാത്തെ? അതെ, കമാൻഡോ കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭാവി പ്രവചനങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഈ രാജാവ് എങ്ങോട്ടാ പോയിരിക്കുന്നത് ഞാനെങ്ങനെ പറയാ? ഇത് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടല്ലോ, പണ്ടൊക്കെ മിക്കപ്പോഴും കളവ് പോകുമായിരുന്നു. പക്ഷെ കള്ളനെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു ഐഡിയ ഒപ്പിച്ച് കള്ളത്തരം അങ്ങ് പ്രചരിപ്പിച്ചു വിട്ടു. അതായത് ഗ്രാമത്തലവൻ നാട്ടിലില്ല, പുറത്തേക്ക് പോയെന്ന്. എല്ലാവർക്കും അറിയായിരുന്നു ഗ്രാമത്തലവന്റെ വീട്ടിൽ ഒരുപാട് പണവും സ്വർണങ്ങളും ഒക്കെ ഉണ്ടെന്ന്. ഈ വിവരം ആ കള്ളൻ മനസ്സിലാക്കിയിട്ട് രാത്രി മോഷ്ടിക്കാനായിട്ട് അയാൾ അവിടെ വന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അയാളെ പിടിക്കുകയും ചെയ്തു. ഞങ്ങൾ എല്ലാവരുടെ കയ്യിൽ നീളമുള്ള വടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അടിച്ചടിച്ച് അവന്റെ പരിപ്പിളക്കി. ഗ്രാമത്തിൽ നടന്ന മോഷണം മൊത്തം ഇവരാണ് ചെയ്തതെന്ന് കുറ്റമങ്ങ് സമ്മതിക്കുകയും ചെയ്തു. വളരെ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരികയും ചെയ്തല്ലോ. യെസ്, നീ പറഞ്ഞത് വളരെ ശരിയാണ് ആദി. യു ആർ ഇന്റലിജന്റ്. അല്ലല്ല, ഞാൻ കുട്ടിക്കാലം മുതലേ ഭയങ്കര ഇന്റലിജന്റ്. പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്തെന്ന് പറഞ്ഞേ? ഇതുപോലെ ഞങ്ങളും വാർത്തകൾ പ്രചരിപ്പിക്കും. എന്താ പറയേണ്ടതെന്ന് എനിക്കിപ്പോ നല്ലവണ്ണം തെളിഞ്ഞു. അയാളെ ദേഷ്യത്തിൽ വരുത്തിക്കണം. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ സൂര്യകേട്ടിലെ രാജാവിനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? നിന്നെ ഞാൻ പിടിച്ച് ജയിലിൽ അടക്കി നോയിക്കോ, നീ അറിയോ? അയ്യോ രാജാവേ, ഈ ദേഷ്യം അങ്ങ് കളഞ്ഞേക്ക് കേട്ടോ. സൂരജ് കേടും അതേപോലെ അങ്ങ് മറന്നേക്ക് കേട്ടോ. പിന്നെ അവിടുത്തെ രാജഭരണമൊക്കെ എന്റെ തന്നേക്ക്. ഞാനും തങ്ങളുടെ സഹോദരനല്ലേ. എല്ലാ സ്വത്തുക്കളും തന്റെ പേരിൽ എഴുതി വെച്ചിട്ടല്ലേ അച്ഛൻ പോയത്. രണ്ടാം കുടിയിലാണെങ്കിലും ഞാനും തന്റെ അനിയനല്ലേ. ഞാനും സമ്പത്തിന്റെ പകുതിയിൽ അവകാശമുള്ളവൻ തന്നെയല്ലേ. നീ മോശമായ ഒരുത്തനായതുകൊണ്ടാണ് അച്ഛൻ നിന്റെ പേരിൽ സ്വത്തൊന്നും എഴുതി വെക്കാതെ അങ്ങ് പോയത്. നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നീ എല്ലാ സ്വത്തും മുടിപ്പിച്ച് കളയുന്ന അദ്ദേഹത്തിന് മനസ്സിലായി.
അതുകൊണ്ടാണ് എല്ലാം എന്റെ പേരിൽ എഴുതിയത്. എന്റെ പൊന്ന് രാജാവേ, ഇനി താൻ എന്ത് വേണേലും അവിടെ നിന്ന് പെടച്ചോണ്ട് പറഞ്ഞോ. പക്ഷെ എനിക്കിപ്പൊ പകുതിയുടെ കാര്യമല്ല, എനിക്ക് മുഴുവൻ തന്നെ വേണം. അതുകൊണ്ട് മുണ്ടാണ്ട് ഞാൻ പറയണ പേപ്പറിലെല്ലാം സൈൻ ചെയ്തെങ്കിൽ തന്നോണം. അല്ലെങ്കിൽ തന്നെ ഇവിടെ വെച്ചതിനെ കാലിയാക്കും കളഞ്ഞേക്കും കേട്ടോ. പിന്നെ അതിനുശേഷം ഞാനായിരിക്കും എല്ലാത്തിന്റെ അവകാശി. പിന്നെ ഞാനായിരിക്കും എല്ലാത്തിന്റെയും അധിപൻ. ഒരിക്കലുമില്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. കാര്യം അറിയോ, ആ രാജാവിനെ കൊണ്ടുപോയിട്ടുള്ള ആളെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഇത് ഏത് എമ്പൊക്കെയാണ് ഒച്ച വെക്കണേ? തുണിയൊന്നും ഇല്ലാതെ അവൻ നടക്കുകയായിരുന്നു. ഡൈപ്പർ ഇട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ നടക്കുകയായിരുന്നു. അയ്യോ, ഇവൻ എന്താ നോടെയാണ് കാച്ചി വിടുന്നത്? അയ്യോ, ഇത് ഞാനല്ല. ഇങ്ങനെ വെള്ളം ഒളിച്ചോണ്ടിരിക്കും. ഞാൻ ദാ ഈ ടവലോണ്ട് അവന്റെ മൂക്ക് തുടപ്പിച്ചു കൊടുക്കുക. ബോസേ, അപ്പൊ മൂക്ക് പോലും ശരിക്കും തുടയ്ക്കാൻ അറിയില്ലായിരുന്നോ? ഈ കാര്യം ഞങ്ങൾക്ക് ശരിക്കും അറിയില്ലായിരുന്നു. നിങ്ങളെല്ലാരും ഇത് മിണ്ടാണ്ടിരിക്കണ്ടോ? അവൻ തോന്നിയ ദിവസം ഓരോന്ന് വിളിച്ചു പറയണ്. അവനെന്നും കട്ട് തിന്നാൻ മാത്രം നന്നായിട്ട് അറിയാം കേട്ടോ. മുമ്പിൽ ആഹാരം കൊണ്ടുപോയി കൊടുത്താലും അവൻ വാങ്ങിച്ച് കഴിക്കില്ല. ജനല വഴി അടുക്കള കേറി ആരും കാണാതെ അവിടുത്തെ ആഹാരം മോഷ്ടിച്ച് തിന്നും. അവൻ അറിയാതെ തന്നെ ബോസ്, മോഷ്ടിക്കുന്ന പണി ബോസിന് പണ്ടേ ഉള്ളതല്ലേ? അത് ഇപ്പോഴും ഉണ്ടല്ലോ. മിണ്ടാണ്ടിരിക്കണ്ട, എന്റെ കൺട്രോൾ വിട്ടു പോകുന്നുണ്ട്. നുണ പറയാനാണെങ്കിൽ ബഹുമിടുക്കനും. ലോകത്തിൽ എന്തെല്ലാം മോശത്തരങ്ങളുണ്ടോ അതെല്ലാം ഇവന്റെ കയ്യിലും ഉണ്ട് കേട്ടോ. എനിക്കവനൊരു പേടിയില്ല. ഞാൻ അവന്റെ ചെവി പിടിച്ച് നുള്ളി വലിച്ചിട്ടാണ് അവനെ കൊണ്ടുപോകാറുള്ളത്. ഓഹോ, ചെല്ല്, ഈ മണ്ടനെ ആദ്യം പിടിച്ചോണ്ട് വാ. ആരാണ് ഇവൻ? നാളത്തെ പ്രസ് കോൺഫറൻസിൽ ഞാൻ അവനെ എക്സ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എക്സ്പോസ്. അയ്യോ, എനിക്ക് മനസ്സിലാവണില്ല ഇത് ഏത് കൊരകനാണെന്ന്. ഞാനും നാളെ നിങ്ങളോട് വരുന്നുണ്ട് ഇവരെ പിടികൂടാൻ. ആ, ശിവ, അവൻ എന്തായാലും വരുമല്ലോ. തീർച്ചയായിട്ടും വരും. അയാൾ ന്യൂസ് കണ്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ശിവ, നീ നീ എന്നെ രക്ഷിക്കണം കേട്ടോ. എന്തിനാ എന്നെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ എന്താ തെറ്റ് ചെയ്തത്? ആദ്യം താൻ പറ, താൻ ആരാണെന്ന്. ടിവിയിൽ ഇന്നലെ എന്തൊക്കെ മണ്ടത്തരാണോ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നത്? താൻ ആരാ? എന്റെ അണ്ടർവെയറിൽ കറങ്ങണതായിട്ട് താൻ കണ്ടത്ര. എന്നിട്ട് താൻ എന്റെ മൂക്ക് തുടച്ചു തന്നത്ര. തന്നെ എനിക്ക് യാതൊരു പരിചയമില്ലല്ലോ. സത്യം പറ, താൻ ആരാണ്? ഞാനാണ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. ലഡ്ഡു സിംഗ്, ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ ആരെങ്കിലും മോഷ്ടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. അപ്പൊ തന്നെ മോഷ്ടിക്കാൻ വന്ന കള്ളൻ നല്ലവനായി മാറും. അറിയോ തനിക്ക്? അപ്പൊ എന്നെ പിടിക്കാനായിട്ട് സൂത്രപ്പണി ഒപ്പിച്ചതല്ലേ? പക്ഷെ ഇപ്പൊ തല തിരിഞ്ഞു പോയി. എന്നെ പിടിക്കാൻ വന്നവൻ ഇപ്പൊ സ്വന്തം എന്റെ പിടിയിലായി. നോ 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 നോ, ഞാനല്ല പിടിയിലായിരിക്കുന്ന. ശിവ വന്നോണ്ടിരിക്കാണ് നിന്നെ പിടിക്കാൻ വേണ്ടി. ഇവിടെ ഒരു കുഞ്ഞിനും എത്താൻ പറ്റൂല. ഒരു തവണ അവൻ എന്റെ പിന്തുടർന്നതാണ്, പക്ഷെ അവൻ തിരിച്ചു ഓടിപ്പോയി. അത് തനിക്കറിയോ? ഇനി ഇത്തവണ അവൻ ഒരു പ്രാവശ്യം കൂടെ വന്ന ഐ വിൽ ഫിനിഷ് ഹിം. ഹലോ, അറ്റൻഷൻ പ്ലീസ്. അത് ശരി, നീ ഇവിടെ എത്തിപ്പോയാ? അതെ, ഇവിടെ എത്താൻ വേണ്ടിയല്ലേ ഈ നാടകമൊക്കെ ഒരുക്കിയത്. ലഡ്ഡു സിംഗ് സർ, അറസ്റ്റ് ദം. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ എന്തിനാ ഈ ചെറിയ ചെറുക്കനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പോലീസ് ഫോഴ്സുമായിട്ട് വരാൻ പാടില്ലേ? എന്റെ രാജാവേ, ഇവൻ ഒരുത്തൻ മാത്രം മതി. പോലീസ് ഫോഴ്സിന്റെ ബലം ഇവരെ ഉണ്ടെന്നേ. ഈ ഒരു കുട്ടിക്ക് വലിയൊരു പോലീസ് ഫോഴ്സിന്റെ ബലമുണ്ടെന്നോ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്റെ ശിവേ, എന്നെ വെറുതെ വിട്ടേക്ക്. നീ എന്ത്
പറഞ്ഞാലും ഞാൻ ചെയ്തോളാവേ. അയ്യോ, എന്റെ കാലിവിടെ. എവിടെയാണ് ഓടിപ്പോവാൻ പോകുന്നത് അങ്കിൾ? നേരെ നിങ്ങൾ ജയിലിലേക്കാണ് പോകേണ്ടത് അറിയോ? അല്ലാതെ എവിടെയും പോവില്ല. ശിവ, നീ ഭയങ്കര മിടുക്കനാണ്. താങ്ക് യു വെരി മച്ച്. ശരിക്കും പറയാൻ പോയാ നീ ഒരു സൂപ്പർ ഹീറോ ആണ്. ആ ഇനി ഞാൻ ഈ കള്ളനെ സൂപ്പർ സീറോ ആക്കി കാണിച്ചു തരാം. അവനെ കൊണ്ടുപോയിടുന്ന ജയിലിൽ നിന്ന് അവനിനി ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയില്ല. അവൻ അവിടെ തന്നെ ഉണ്ടാവും. രാജാവ് അവനെന്നവന്റെ സ്വപ്നമായിരുന്നു. ഇവനെ ഞാൻ ജയിലിനകത്ത് രാജാവല്ല, ഒരു പിച്ചക്കാരനാക്കി മാറ്റും. എന്റെ വടി കൊണ്ട് ഞാൻ ശരിക്കും ഒന്ന് പെരുമാറും. ഐ, ഐ, ഐ. Watch India's largest kids library only on Geo Hotstar. Download the app now.